നമസ്കാരം, സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. ഇന്ന് നിരവധി ആളുകൾക്കുള്ള ഒരു ഗുരുതര പ്രശ്നമാണ് ഹൃദയരോഗങ്ങൾ. ഡെൻമാർക്കിൽ നിന്നുമുള്ള പുതിയ പഠനം പറയുന്നത് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹൃദയരോഗ സാധ്യത കുറയ്ക്കുമെന്നാണ്. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയസ്തംഭനം, അപകടകരമായ രീതിയിൽ ഹൃദയമിടിക്കുന്നത് പോലെയുള്ളവയിൽ നിന്നും രക്ഷിക്കാനാകുമെന്നാണ് പറയുന്നത്. ഏകദേശം 24% വരെ കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ശരിയായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇതിന് പരിഹാരം. നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടും സന്തുലവുമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മിനറലാണ് പൊട്ടാസ്യം. എന്നാൽ നമ്മളിൽ പലർക്കും ദിവസേനയുള്ള ആഹാരത്തിലൂടെ ആവശ്യത്തിന് പൊട്ടാസ്യം ലഭിക്കുന്നില്ല. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങളും അവ നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളും പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു മിനറലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഇത് നമ്മുടെ ശരീരത്തിലുള്ള അധിക സോഡിയം പുറന്തള്ളുകയും അതിലൂടെ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുകയും ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി ശരീരത്തിലുള്ള ദ്രാവകങ്ങൾ ബാലൻസായി നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. 1200-ലധികം ഹൃദയരോഗികളെ വെച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അവർക്ക് കഴിക്കാൻ സാധിക്കുന്ന പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള പേശികളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്താനും നാഡീ സംപ്രേക്ഷണം, ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താനും പൊട്ടാസ്യം അത്യാവശ്യമാണ്. സോഡിയത്തിന്റെ ഫലങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ആരോഗ്യകരമായ രീതിയിൽ രക്തസമ്മർദ്ദം നിലനിർത്താനും പൊട്ടാസ്യം സഹായിക്കുന്നു. ഹൃദയരോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നത് കൂടാതെ സ്ട്രോക്ക് ഉണ്ടാകാതിരിക്കാനും ഇത് സഹായിക്കുന്നു. ദിവസേനയുള്ള ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അവക്കാഡോ സ്മൂത്തി, അവക്കാഡോ ജ്യൂസ്, അവക്കാഡോ ടോസ്റ്റ് എന്നിവയൊക്കെ ഇന്ന് വളരെ ട്രെൻഡായി നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത് വെറും ട്രെൻഡ് മാത്രമല്ല, പൊട്ടാസ്യത്തിന്റെ ഒരു പവർ ഹൗസ് കൂടിയാണ്. ഒരു പകുതി അവക്കാഡോയിൽ ഏകദേശം 360 മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ അവക്കാഡോയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുപ്പുകളും നാരുകളും നമ്മുടെ ദഹനത്തെയും ഊർജത്തെയും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അവക്കാഡോ ഏത് രീതിയിൽ കഴിച്ചാലും ശരീരത്തിന് നല്ലതാണ്. പ്രധാനമായും രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ലഘുഭക്ഷണമായോ കഴിക്കാം. 2. ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. കേരളീയർക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് ഏത്തപ്പഴം. ഇതിൽ 330 മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ലഘുഭക്ഷണമായോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണമായും കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാലും വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് ഒഴിവാക്കാം. ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്ന പഠനത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 3. ചീര. ഇലക്കറികൾ കഴിക്കുന്നത് പൊതുവെ നമ്മുടെ ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഒന്നാണ്. 80 ഗ്രാം അസംസ്കൃത ചീരയിൽ ഏകദേശം 545 മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. സാലഡുകളിലോ സൂപ്പുകളിലോ അല്ലെങ്കിൽ സാധാരണ ചോറിനൊപ്പം കഴിക്കുന്നത് പോലെ കറി വെച്ചോ തോരൻ വെച്ചോ കഴിക്കാവുന്നതാണ്. കൂടാതെ ഇതിൽ മഗ്നീഷ്യവും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. 4. ഉരുളൻകിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്. തൊലി കളഞ്ഞ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയോ വേവിച്ചോ കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് 926 മില്ലിഗ്രാം വരെ പൊട്ടാസ്യം ലഭിക്കും. ഫ്രൈഡ് ആക്കി കഴിക്കുന്നത് അത്ര നല്ലതല്ല. 5. സാൽമൺ പോലുള്ള മത്സ്യങ്ങളിൽ പൊട്ടാസ്യവും ഒമേഗ 3യും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെ താളം കറക്റ്റാക്കാനും ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ പയറും ബീട്രൂട്ടും ക്യാബേജും കഴിക്കുന്നത് നല്ലതാണ്. ഇതിലും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കണമെന്നല്ല പറയുന്നത്, എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ അലർജി അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്നവർ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താവൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്യുകയും മരുന്നെടുക്കുകയും വേണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.